മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മാവിൽ ജീവിതം, ആനന്ദ ജീവിതം, ആത്മാവിൽ ജീവിതം, ആനന്ദ ജീവിതം, ആത്മാവിൽ നിറയുക ആനന്ദ നദിയിതെ, ആത്മാവിൽ നിറയുക ആനന്ദ നദിയിതെ, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും, ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അസ്വസ്ഥതയുടെ നടുവിൽ മുൻപോട്ടുള്ള ജീവിത സ്ഥിതി എന്താകും എന്ന് ചിന്തിച്ചും ഹൃദയം അസ്വസ്ഥമായും കലങ്ങിയും ഇരിക്കുന്ന തൻ്റെ മുമ്പിലുള്ള ശിഷ്യഗണത്തോടും പിൻവരുന്ന എല്ലാ തലമുറയിലുള്ള മനുഷ്യരോടും കർത്താവ് പറയുന്ന തൻ്റെ വിശ്വസ്തമായ വാക്കാണ് നാം വായിച്ചത്. കർത്താവ് സമാധാനം നൽകുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവവചനത്തിൽ നാം വായിക്കുന്നത് ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, ഗോഡ് ഓഫ് പീസ്. ദൈവം സമാധാന പ്രഭുവാണ്, പ്രിൻസ് ഓഫ് പീസ്. ദൈവത്തിൻ്റെ സമാധാനമാണ് ഇവിടെ വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിമിത്തം, പ്രതിസന്ധികൾ നിമിത്തം, ഭൂമിയിൽ നടമാടുന്ന വിവിധ കാര്യങ്ങൾ നിമിത്തം ദൈവം ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. ദൈവത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നില്ല. സമാധാനം സമം ശാന്തമായ അവസ്ഥയെന്നാണല്ലോ. അങ്ങനെ ശാന്തമായ അവസ്ഥയിൽ തുടരുന്ന ദൈവം മനുഷ്യരോട് പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിൻ്റെ സമാധാനം അഥവാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലവിധ ചിന്തകളാൽ അസ്വസ്ഥമാണ് മനുഷ്യഹൃദയം. ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാവാം കാരണം. നമ്മെ അലട്ടുന്ന പ്രതിസന്ധികൾ, രോഗം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ തലമുറയുടെ ഭാവിയെക്കുറിച്ചുമുള്ള ആകുല ചിന്തകൾ, നിവർത്തിക്കപ്പെടേണ്ട പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നിമിത്തമാകാം, ചുറ്റുമുള്ള വിഷയങ്ങളാകാം നമുക്ക് സമാധാനം ഇല്ലായ്മ ഉണ്ടാകുന്നതിന് കാരണം. ജോലിയെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളാകാം, സാമ്പത്തിക കാര്യങ്ങളാകാം. അങ്ങനെ നിരവധി വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഹൃദയം കലങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിമിത്തം നമ്മുടെ ഹൃദയം കലങ്ങാം. എന്നാൽ ഇവിടെ സൃഷ്ടിതാവായ ദൈവം പ്രഖ്യാപിക്കുന്നു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തൻ്റെ തിരുവായി മൊഴിഞ്ഞ് നമ്മോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ ആണ് കർത്താവ് പറയുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്ന ചെറിയ ചെറിയ സമാധാനങ്ങൾ ഉണ്ടായേക്കാം, അവയ്ക്ക് സ്ഥായിയായ നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന സമാധാനമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്.
അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:1 കർത്താവിൽ വിശ്വസിപ്പിൻ. കർത്താവിനെ സമ്പൂർണമായും വിശ്വസിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്നു. 2, കർത്താവ് നമ്മോട് കൃപ തോന്നി നമുക്ക് നൽകുന്നതാണ് ഈ സമാധാനം. യോഹന്നാൻ 14:27 ഏതവസ്ഥയിലും കർത്താവിൽ ആശ്രയിക്കുക, സമാധാനം കർത്താവ് നൽകും. മറ്റൊരു കാര്യം, എങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്? ഹൃദയം സ്വസ്ഥമാകാതെ നിൽക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന അനുഭവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഫിലിപ്പിയ ലേഖനം 4:6-7 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ ദൈവസമാധാനത്താൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരം എന്താണോ, നമ്മുടെ പ്രയാസം എന്താണോ, കർത്താവെ എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, എനിക്കിന്ന ആവശ്യമുണ്ട്, എൻ്റെ അവസ്ഥ ഇതാണ്, എന്നെ സഹായിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥനയാൽ നമ്മുടെ വാക്കുകളാൽ നാം അറിയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, ആദ്യമേ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന, അതായത് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്, അവർക്കെല്ലാം ബുദ്ധിയുണ്ട്. എന്നാൽ അവരുടെ എല്ലാം ബുദ്ധിയെ കവിയുന്ന, മനുഷ്യബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത, അനുഭവിച്ചറിയാൻ കഴിയുന്നതും എന്നാൽ അതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അനുഭവം ദൈവം നമുക്ക് തരികയാണ് ദൈവസമാധാനം. അങ്ങനെ ദൈവസമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കാക്കപ്പെടും, അസ്വസ്ഥതകൾ മാറും, കലക്കം മാറും, ശാന്തമായ അവസ്ഥ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. നമ്മുടെ ചിന്തകൾ, നിലവുകൾ എന്നുള്ള വാക്കിൻ്റെ മറ്റൊരർത്ഥം നമ്മുടെ ചിന്തകളാണ്. ചിന്തകളെ ദൈവം ക്രമീകരിക്കും. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മെ കാക്കുകയാണ്. ആ സംരക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനത്താൽ നിറയും. നമ്മുടെ ഏത് പ്രതിസന്ധിയാണോ സമയമാകുമ്പോൾ ദൈവം അത് പരിഹരിച്ചു തരും. എന്നാൽ ആ പരിഹരിക്കപ്പെടുന്ന സമയം വരെ സ്വർഗത്തിലെ കർത്താവിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ കാക്കും, നമ്മുടെ ചിന്തകളെ കാക്കും. അങ്ങനെ കാത്തിട്ട് നമ്മെ സംരക്ഷിക്കും. അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുക, കർത്താവിനെ വിശ്വസിക്കുക. കർത്താവ് നമുക്ക് സമാധാനം തരും. നിങ്ങളുടെ പ്രതിസന്ധി, എൻ്റെ പ്രതിസന്ധി ഏതുമാവട്ടെ, പരിഹാരം കർത്താവ് തരും. അവൻ സമാധാനം തന്ന് നമ്മെ കാക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ കരുതും. ഏത് പ്രതിസന്ധിയിലും, ഏത് കാലഘട്ടത്തിലും, കാലഘട്ടം എത്ര മാറിയാലും സമാധാനത്തിന് ഒരു കുറവുമില്ലാതെ കർത്താവ് നമ്മെ കാക്കും. എൻ്റെ പ്രിയ കേൾവിക്കാർക്കും എനിക്കും സ്വർഗത്തിലെ ദൈവം അതേ സമാധാനം തന്ന് കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.